SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ അൻവറുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ സുജിത് ദാസ് നേരിടുന്നുണ്ടായിരുന്നു. സസ്പെൻഷൻ പിന്നീട് സ്ഥലം മാറ്റമായി ചുരുങ്ങിയത് വലിയ വിമർശനത്തിനിട നൽകിയിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഉത്തരവ് പുറത്തിറങ്ങിയെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് നടപടി എന്ന കാര്യം ആ ഉത്തരവിലുണ്ടോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, അതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത് എന്നത് വരും മണിക്കൂറുകളിലെ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഓർഡറിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്ന കാര്യം നമുക്ക് സ്ഥിരീകരിക്കുന്ന വിവരമായി ലഭിക്കുകയാണ്. അതായത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരുന്നു. ആ അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് ചേരുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പത്തനംതിട്ട മുൻ SP ആയിരുന്ന സുജിത് ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി ഇതിൽ എന്തുകൊണ്ട് സുജിത് ദാസിന്റെ സസ്പെൻഷൻ വൈകി എന്ന് ചോദിച്ചാൽ അത്, അല്ലെങ്കിൽ സസ്പെൻഷൻ എന്ന് ഉറപ്പിച്ചിരുന്ന ഘട്ടത്തിൽ നിന്ന് തലമാറ്റത്തിലേക്ക് അത് മാറിയെന്ന് ചോദിച്ചാൽ M അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാതെ ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാതെ എങ്ങനെ സുജിത് ദാസിനെതിരെ നടപടിയെടുക്കും എന്നതായിരുന്നു ആശയക്കുഴപ്പമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ സുജിത് ദാസിനെതിരെ നടപടിയെടുക്കുമ്പോൾ തുടർ നടപടികൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും സ്വാഭാവികമായ തരത്തിൽ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത്. പക്ഷെ തിടുക്കപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കാതിരുന്നത് മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ടാണ് ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊടുന്നനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട, അതിനു മുൻപ് ഒരു അന്വേഷണ സംഘത്തിന് രൂപം നൽകി അവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നീക്കങ്ങൾ എന്നൊരു തീരുമാനം എടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ വിവരങ്ങൾ കൈമാറുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ശരി ഡാൻ കുര്യൻ, കൂടുതൽ ഉത്തരവിന്റേതുൾപ്പെടെയുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോഴേക്ക് ഡാനിലേക്ക് എത്താം. ഇപ്പോൾ മുകേഷിന്റെ അഭിഭാഷകൻ